Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama. Hare Krishna. Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Om Agyanti Mirandasya Jnananjana Shalakya Sakshan Miladamena Tasmai Shri Guruve Namaha. ഹരേ കൃഷ്ണ. ഇപ്പോൾ നമ്മൾ ദിവസം രാവിലെ ഗുരുപൂജ സമയത്ത് ഒരു പാട്ട് പാടുമ്പോൾ അതിലൊരു ലൈനാണ്, പ്രേമ ഭക്തി ജഹാ ഹോയ്ത്തെ അവിദ്യ വിനാശ ജാത്തെ. അതായത് ഭക്തിയിൽ വരുമ്പോൾ, നമ്മൾ നാമജപം ജപിച്ച് തുടങ്ങുമ്പോൾ പ്രേമഭക്തി നമുക്ക് ഉണ്ടാവണം. അതിൻ്റെ ഉണ്ടായ ഇല്ലേ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുക? അവിദ്യ വിനാശ ജാത്തെ. അവിദ്യ എന്നിട്ട് തമോ ഗുണം, ഇഗ്നോറൻസ് കുറയണം. അതായത് ഒരു ജീവാത്മ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചുമ്പോൾ, ഭഗവാന്റെ തിരുനാമം ജപിച്ച് തുടങ്ങുമ്പോൾ ക്രമേണ അദ്ദേഹത്തിന് ഭഗവാനടുത്ത് പ്രേമം, ഭൗതികമായിട്ടുള്ളതിനോട് ഒരു വിരക്തിയും കൂടെ ഉണ്ടായാൽ മാത്രമേ നമ്മൾ ശരിയായ രീതിയിൽ പോകുന്നുണ്ട്. ദിവ്യജ്ഞാൻ ഹൃദയ പ്രകാശിത്തോ. അപ്പോൾ ദിവ്യജ്ഞാൻ നമ്മുടെ ഹൃദയത്തിൽ പ്രകാശമായിട്ട് വരണമെന്ന് പറയണം. ഇപ്പോൾ ഓരോരോ നാമം ജപിക്കുന്ന ഭക്തനും നമ്മുടെ ലൈഫിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. ഈ 3 കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പ്രേമഭക്തി കിട്ടുന്നുണ്ടാവും, അവിദ്യ വിനാശ ജാത്തെ, നമുക്ക് അവിദ്യ ഇല്ലാതാവുന്നുണ്ടാവും, അല്ലെങ്കിൽ അടുത്ത 3ാമത്തത് എന്താണ്? ദിവ്യജ്ഞാൻ ഹൃദയ പ്രകാശിത്തോ. ഓക്കെ, ഇത് നമുക്ക് നടക്കുന്നുണ്ടാവും. കൂടുതൽ ഞാൻ ഭഗവാനോട് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അല്ല, ഞാൻ നാമം ജപിച്ചിട്ട് എൻ്റെ ജപമാല എടുത്ത് മാറ്റി വെച്ചിട്ട് പിന്നെ ഞാൻ എൻ്റെ ഭൗതികമായിട്ട് കാര്യങ്ങൾ നോക്കണം, പിന്നെ എനിക്കും ഭഗവാനും ഒരു ബന്ധമില്ല. ഓക്കെ, സോ ഇത് ഓരോരോ സാധക ഹരേ കൃഷ്ണ. വ്യക്തമായിട്ട് കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ട് പ്രഭു. ഓക്കെ, അപ്പോൾ ഓരോരോ നാമം ജപിക്കുന്ന ഭക്തനും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ഭഗവാനോട് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ലേ? ഓക്കെ, നാമം ജപിച്ചാൽ നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ശിക്ഷാഷ്ടകം നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഞാൻ സംസാരിച്ചപ്പോൾ എന്തൊക്കെയാണ് ഒരു സാധക മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഭാവം എന്തൊക്കെയാണ്. അതായത് ഇപ്പോൾ ഒരു 4 കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട്. അതായത് ആദ്യമായിട്ട് നമ്മൾ നാമം ജപിക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒരു ജീവാത്മ ഫസ്റ്റ് നാമം ജപിച്ച ഭഗവാൻ ആ ജീവാത്മാന് എന്താണ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, വൈഷ്ണവ സംഘം, ഭക്തന്മാരുടെ സംഘം ഉടനെ ഭഗവാൻ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഒരു വ്യക്തി ഒരു തവണയോ എന്തെങ്കിലും ഒരു ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ഉടനെ അദ്ദേഹത്തിന് എന്താ ചെയ്യുന്നത് വെച്ചാൽ വൈഷ്ണവാസ് അസോസിയേഷൻ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അത് ഭഗവാനാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ വൈഷ്ണവ അസോസിയേഷൻ ഈ ഭക്തന് കിട്ടുമ്പോൾ 2 ഭക്തൻ, ഈ പുതിയതായിട്ടുള്ള ഭക്തനും മുതിർന്ന ഭക്തനും കൂടെ ചേരുമ്പോൾ ഇവർ ഭഗവാനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങും. കഥേന്തശ്ച മാംനിത്യം തുഷ്യന്തിച്ച രമന്തിച്ച, 2 പേരും കൂടെ ഇരുന്ന് ഭഗവാനെ കുറിച്ച് സംസാരിക്കും. അതായത് ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം നാമം ജപിച്ച വ്യക്തിക്ക് കിട്ടും. ആദ്യത്തെ സ്റ്റേജ് ജപിച്ചപ്പോൾ ഭക്തന്മാരുടെ സംഘം കിട്ടി. ഭക്തന്മാരുടെ സംഘത്തിൽ കൂടെ ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം കിട്ടി. ഇത് 2ഉം കിട്ടിയപ്പോൾ അടുത്ത് എന്ത് സംഭവിച്ചാൽ 3ാമത് സേവനം കിട്ടണം. ഒരു ജീവാത്മ യഥാർത്ഥത്തിൽ നാമം ജപിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്ത് കിട്ടണം? സേവനം കിട്ടണം. ഓക്കെ, 3. ഈ സേവനം രാധാറാണിയാണ് നമുക്ക് തരുന്നത്. എങ്ങനെയാണ്? ചുറ്റിയുള്ള ഭക്തന്മാർ കൂടി രാധാറാണി നമുക്ക് തരുന്നുണ്ട്. ആ സേവനം നമ്മൾ ഭംഗിയായിട്ട് ചെയ്യുമ്പോൾ അവസാനം ഭഗവാന്റെ ധാമത്തിലേക്ക് പോകാൻ വേണ്ടി വിമാനം വരും, നമുക്ക് കയറിപ്പോകും. ഈ 4 കാര്യങ്ങൾ. 1, നാമം ജപിച്ച വൈഷ്ണവ അസോസിയേഷൻ, ആ വൈഷ്ണവ അസോസിയേഷൻ കൂടി ജ്ഞാനം കിട്ടുന്നുണ്ട്,
ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം. ആ ജ്ഞാനം കിട്ടിയതിന് ശേഷം നമുക്ക് എന്താണ് സേവനം കിട്ടുന്നുണ്ട്. ആ സേവനം ഭംഗിയായി നമ്മൾ ചെയ്ത് പൂർത്തിയാക്കിയാൽ നമുക്ക് വിമാനത്തിൽ കയറി ഭഗവാന്റെ ധാമത്തിലേക്ക് പോകാം. ഈ ഒരു ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് അജാമിലൻ്റെ സ്റ്റോറി. ശ്രീമദ് ഭാഗവതം 5-ാം സ്കന്ധം അവസാനം നരകത്തിനെ കുറിച്ചുള്ള ഒരു വർണ്ണനയാണ്. ആ നരകത്തിനെ കുറിച്ച് പറയുമ്പോൾ ഈവൻ പരീക്ഷിത് മഹാരാജ് തന്നെ പേടിച്ചു. 28 തരത്തിലുള്ള ക്രൂരമായുള്ള നരകങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ കേട്ടിട്ട് പരീക്ഷിത് മഹാരാജിനൊരു പേടി തോന്നി. എന്താണ് അപ്പോൾ ജീവാത്മാക്കൾ എന്ത് ചെയ്യുമ്പോൾ 6-ാം സ്കന്ധം തുടങ്ങുന്നത് അജാമിലൻ്റെ സ്റ്റോറിയിൽ കൂടിയാണ്. ഓക്കെ, അപ്പോൾ അജാമിലൻ്റെ ലൈഫ് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അജാമിലൻ, ഞാൻ ഡീപ്പായിട്ട് പോകുന്നില്ല, അജാമിലൻ നാരായണൻ നാമം ജപിച്ചു. അദ്ദേഹം ഭഗവാന്റെ നാമം ആക്ച്വലി വിളിച്ചത് മോനെയാണ്, പക്ഷെ ഭഗവാന്റെ നാമം ജപിച്ചതായിട്ട് കണക്കിലെടുത്തിട്ട് അദ്ദേഹത്തിന് വൈഷ്ണവ അസോസിയേഷൻ ആരാ വന്നത്, നന്ദ സുനന്ദ ഇവരൊക്കെ വന്ന് ആ മൃത്യുഞ്ജയം എന്ന് പറയുന്ന പുസ്തകത്തിൽ നമ്മൾ കാണുമ്പോൾ അറിയാൻ പറ്റും. ആ യമദൂതന്മാർ 3 പേരിരുന്ന് വലിക്കും. ആരാ, അജാമിലൻ്റെ ആത്മാ വലിക്കും. ഇതിനെ തടസ്സപ്പെടുത്താൻ വേണ്ടി 4 വിഷ്ണുദൂതന്മാർ അവിടെ എത്തുന്നുണ്ട്. ഓക്കെ, എന്തുകൊണ്ട് 3 യമദൂതന്മാർ വന്ന് എന്തുകൊണ്ട് 4 വിഷ്ണുദൂതന്മാർ വന്ന് ഉള്ള കണക്കും ആചാര്യസ് പറയുന്നുണ്ട്. എല്ലാ ജീവാത്മാവും 3 തരത്തിലാണ് പാപം ചെയ്യുന്നത്, മനസ്സ വാച കർമ്മണ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് 3 യമദൂതന്മാർ വന്ന് ആ ജീവാത്മായുടെ ശരീരത്തിൽ നിന്ന് ആത്മാ പിടിച്ച് വലിക്കുകയാണ്. നാരായണ നാമം ജപിച്ചത് 4 നാരായണ എന്ന് ജപിച്ചത് കൊണ്ട് 4 വിഷ്ണുദൂതന്മാർ ഇവിടെ എത്തി. ഓക്കെ, അങ്ങനെ വിഷ്ണുദൂതന്മാർ തമ്മിലും യമദൂതന്മാർ തമ്മിലും ഒരു തർക്കമായിരുന്നു. വിഷ്ണുദൂതന്മാർ പറയുന്നത് ഇദ്ദേഹത്തിന് നിങ്ങൾക്ക് പിടിക്കാനുള്ള അധികാരമില്ല, ഇദ്ദേഹം പരമഭക്തനാണ് പറഞ്ഞ്. അപ്പോൾ യമദൂതന്മാർ പറഞ്ഞ് ഇല്ല ഇദ്ദേഹം മഹാപാപിയാണ്, ഇദ്ദേഹം ചെയ്യാതെ പാപം ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ കണക്ക് കാണിച്ച്. ഇപ്പോൾ ഇവർ 2 പേരും തർക്കിക്കുകയാണ്. ആ തർക്കത്തിൽ കൂടി അജാമിലന് ഒരു കാര്യം മനസ്സിലായി, നാമം ജപിച്ച എന്തായാലും വിഷ്ണുദൂതന്മാരുടെ സംരക്ഷണം നമുക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പതുക്കെ എണിച്ചിട്ട് ശ്വാസം വിടാൻ മറന്നാൽ പോലും അദ്ദേഹം നാരായണ 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 നാമം ജപിച്ച് നേരെ ഹരിദ്വാറിലെത്തി. ഓക്കെ, ഹരിദ്വാറിലെത്തി അവിടെ ഒരു വിഷ്ണു ക്ഷേത്രത്തിൽ അദ്ദേഹം സേവനം തുടങ്ങി. ഓക്കെ, അപ്പം അങ്ങനെ സേവനം തുടങ്ങി കുറേ വർഷം കഴിഞ്ഞപ്പോൾ ഈ വിഷ്ണുദൂതന്മാർ എല്ലാവരും ഒന്നുകൂടെ വിമാനത്തിൽ കയറി വന്ന് അദ്ദേഹത്തിന് ഹരിദ്വാറിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയി. ഓക്കെ, ഈ ഒരു സ്റ്റോറി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്റ്റോറിയാണ്. എന്ത് പറയാം, അജാമിലൻ്റെ സ്റ്റോറി പലവട്ടം നമ്മൾ കേൾക്കാറുണ്ട്, വായിക്കാറുണ്ട്. ഒക്കെയാണ് അജാമിലൻ്റെ സ്റ്റോറി നടന്നതുപോലെ നമ്മുടെ ലൈഫിലും നടക്കണം. അതായത് നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുമ്പോൾ നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ നമ്മളെ കാണാൻ വേണ്ടി വൈഷ്ണവാസ് നമ്മുടെ വീട്ടിൽ എത്തണുണ്ടാ, സത്സംഗത്തിൽ കൂടിയോ ഇല്ലെങ്കിൽ നമ്മൾ അവരുടെ അഥവാ അവർ വന്നില്ലെങ്കിൽ നമുക്ക് ഭക്തന്മാരുടെ സംഘം എടുക്കാൻ പറ്റുന്നുണ്ടോ. ഇപ്പോൾ രാവിലെ നമ്മൾ പ്രഭാഷണം ഇതൊക്കെ വൈഷ്ണവാസിൻ്റെ സത്സംഗം കിട്ടുന്നുണ്ട്. അപ്പോൾ ആദ്യം നാമജപം നമ്മൾ ചെയ്യുന്നുണ്ട്, രണ്ടാമത്തെ സത്സംഗം നമുക്ക് കിട്ടുന്നുണ്ട്. ഈ സത്സംഗം കിട്ടിയതിന് ശേഷം 3-ാമത്തെ കാര്യം വളരെ വളരെ അത്യാവശ്യമാണ്. എന്താണ്, നമുക്ക് സേവനം കിട്ടുന്നുണ്ടാ. ഇല്ല, സേവനം എനിക്ക് കിട്ടുമ്പോൾ അതെനിക്ക് ചെയ്യാനുള്ള മനസ്സ് വരണ, ഇല്ല അതിന് നമ്മൾ വേണ്ട എന്ന് മാറ്റി വയ്ക്കണം. ഇതൊരു വലിയൊരു ചോദ്യമാണ്. കാരണം പലപ്പോഴും നമ്മൾ നാമം ജപിക്കും, ക്ലാസ് അറ്റൻഡ് ചെയ്യും, സേവനത്തിൽ പങ്കെടുക്കാറില്ല. ഓക്കെ, സേവനമാണ് ഒരു ഭക്തന്. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഈ ടെമ്പിളിൽ വരുമ്പോൾ നമുക്ക് സേവനമില്ലെങ്കിൽ നമ്മൾ അമ്പലത്തിൽ വരത്തില്ല, സേവനം ഉണ്ടെങ്കിൽ അമ്പലത്തിൽ വരും. അപ്പോൾ ഒരു സേവനമാണ് ഒരു ഭക്തനെയും ഭഗവാനെയും ബന്ധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തു പറയാം, എൻ്റെതായിട്ട് ഒരു സേവനം ഞാൻ കണ്ടെത്തി ആ സേവനം ഞാൻ ഭംഗിയായിട്ട് ചെയ്യണം. ഓക്കെ, ശ്രീമദ് ഭാഗവതം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇതാണ്. അതായത് ബ്രഹ്മ പശുക്കളെയും ഗോപന്മാരെയും കൂടെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയിട്ട് കൺഫ്യൂസായി. ഓക്കെ, ഏതാണ് ഒറിജിനൽ തിരിച്ചറിയാൻ പറ്റാതെ കണ്ടീഷനായി തിരിച്ചു വന്ന് ഭഗവാനടുത്ത് മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ ഒരു വേർഡ് ബ്രഹ്മ പറയാണ്. എന്താണെന്ന് വെച്ചാൽ, ഭഗവാനെ എനിക്ക്
അടുത്ത ഒരു ജന്മം ഉണ്ടെങ്കിൽ എനിക്ക് വൃന്ദാവനത്തിൽ ഒരു പുല്ലായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെടിയായിട്ടോ എന്തെങ്കിലും എനിക്ക് ജനിക്കാനുള്ള ഒരു വരം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിലൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പ്രഭുപാദ് അതിൽ എഴുതുന്നുണ്ട്, എന്തുകൊണ്ട് ബ്രഹ്മ ഇപ്പം തന്നെ എനിക്ക് പുല്ലായിട്ടോ ഇതായിട്ട് ജനിച്ചാൽ പോരെ എന്ന് പറയാം, അടുത്ത ജന്മത്തിൽ എന്ന് പറഞ്ഞ റീസൺ എന്താണ്? ഓക്കെ, അപ്പോൾ പ്രഭുപാദ് തന്നെ എക്സ്പ്ലനേഷൻ തരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഓരോരോ ജീവാത്മാവും അവരവർ ചെയ്യേണ്ട സേവനം പൂർത്തിയാക്കിയാൽ മാത്രമേ നമുക്ക് വൈകുണ്ഠത്തിലേക്ക് പ്രവേശനമുള്ളൂ. എൻ്റെ സേവനം ഞാൻ പൂർത്തിയാക്കാതെ എനിക്ക് ഒരിക്കലും ഭഗവാന്റെ ധാമത്തിലേക്ക് എത്താൻ പറ്റത്തില്ല. സേവനം അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഭഗവാൻ നമുക്ക് തന്ന സേവനം. അതായത് ഞാൻ നാമം ജപിച്ചപ്പോൾ ഭക്തന്മാരുടെ സംഘം കിട്ടി, ഓൺലൈനിൽ കിട്ടി, ചിലപ്പോൾ ടെമ്പിളിൽ പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ശരി, ഓക്കെ. ഇതിന് ശേഷം മൂന്നാമത്തത് സേവനമാണ്. ആ സേവനം എനിക്ക് കിട്ടി. ആ സേവനം ഞാൻ ഭംഗിയായിട്ട് പൂർത്തിയാക്കുമ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൻ്റെ നടയിൽ ഇല്ലെങ്കിൽ ഞാൻ എവിടെയാണ് ഭക്തി പരിശീലിക്കണം അവിടെ വിമാനം വന്ന് നിൽക്കും. അസസാധക നമ്മളൊക്കെ ഭക്തന്മാർ, ചിലർ നാമം ജപിക്കുന്നുണ്ട്, ചിലർ വന്നിട്ട് സത്സംഗം രണ്ടും കിട്ടുന്നുണ്ട്, ചിലർ സേവനം ചെയ്യുന്നുണ്ട്. ഓക്കെ, മൂന്ന് കാര്യം നമുക്ക് കിട്ടിക്കളഞ്ഞ്. നാലാമത്തെ കാര്യം എന്താണ്? വിമാനം വരണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോരുത്തരും നല്ല രീതിയിൽ നാമം ജപിച്ച് ഭഗവാന്റെ ജ്ഞാനം, അതാണ് ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ട് ഈ ഭൗതിക ലോകത്തിൽ ഉള്ള സന്തോഷം എന്ന് വെച്ചാൽ സെക്ഷുവൽ ലൈഫിനാണ് പറയുന്നത്. ആത്മീക ജീവിതത്തിലുള്ള ഏറ്റവും കൂടുതൽ സന്തോഷം എന്താണെന്ന് വെച്ചാൽ, കഥേന്തശമാം നിത്യം തുഷ്യന്തിച്ച രമന്തിച്ച, രണ്ട് ഭക്തന്മാർ ചേരുമ്പോൾ ഭഗവാനെ കുറിച്ച് സംസാരിക്കണം. ആ ഭഗവാനെ കുറിച്ച് സംസാരിക്കണം വെച്ചാൽ, ഞാൻ ശ്രീല പ്രഭുപാദരുടെ പുസ്തകം വായിച്ചാൽ മാത്രമേ എനിക്ക് സംസാരിക്കാൻ പറ്റും. ആ ഒരു ഡിസ്കഷനിൽ കൂടിയാണ്, ആ ഒരു സത്സംഗം, ആ ഒരു ഡിസ്കഷനിൽ കൂടിയാണ് എൻ്റെ ദിവ്യജ്ഞാനം പുറത്തു പറയും. ആ ദിവ്യജ്ഞാനം കൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ഭക്തിയിൽ ഉയരാൻ പറ്റും. ആ ഭക്തന്മാർ വരുമ്പോൾ ഞാൻ ഭഗവാന്റെ കാര്യം സംസാരിക്കുക, അത് വേറെ എന്തെങ്കിലും ഭൗതികമായിട്ട് കാര്യം സംസാരിക്കുമ്പോൾ എനിക്ക് ഈ ദിവ്യജ്ഞാനം കിട്ടത്തില്ല, അജ്ഞാനം കുറയത്തില്ല, പ്രേമഭക്തി കൂടത്തില്ല. ഓക്കെ, ഈ നമ്മൾ പറയും, നമ്മൾ ചിലപ്പോൾ പറയും എന്താണ് നമ്മുടെ ലക്ഷ്യം ജപിക്കുമ്പോൾ പ്രേമഭക്തി എന്ന് പറയും. എന്താണ് ആ പ്രേമഭക്തി? ആ പ്രേമത്തോടു കൂടി ഞാൻ ഓരോരോ സേവനം ചെയ്യുമ്പോഴാണ് ആ പ്രേമഭക്തിയുടെ അടുത്ത് നമ്മൾ പോവാണ്. ചിലപ്പോൾ നമ്മൾ പ്രേമമില്ലാതെ ആസ് എ ഡ്യൂട്ടി ആയിട്ട് 18-ാം അധ്യായം ഭഗവത്ഗീത 18-ാം അധ്യായത്തിൽ 63-ാമത്തെ ശ്ലോകത്തിൽ മന്മനാമവ ഭക്ത 63-64 ആ ശ്ലോകത്തിൽ പ്രഭുപാദ് പർപ്പറ്റിൽ എഴുതുന്നുണ്ട്, ഡോണ്ട് ബിക്കം എ അഫീഷ്യൽ ചാൻറ്റർ, അഫീഷ്യൽ മെഡിറ്റേറ്റർ ഭഗവത്ഗീത പറയുന്നുണ്ട്. ഔദ്യോഗികമായിട്ടുള്ള ഭക്തനായിട്ട് മാറരുതെന്നാണ്. ആസ് എ ഡ്യൂട്ടി ആയിട്ട് എന്നെ ജപിക്കാൻ പറഞ്ഞ് ഞാൻ ജപിച്ച്, എന്നെ ഇത് ചെയ്യാൻ അങ്ങനല്ല. ഈവൻ ബുക്ക് വായിക്കുന്നത് പോലും പ്രേമത്തോട് വായിക്കണം. സേവനം ചെയ്യുമ്പോൾ പ്രേമത്തോട്, നാമം ജപിക്കുമ്പോൾ പ്രേമത്തോട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് അല്ലേ, നാമം ജപിക്കുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടുന്നുണ്ടാ, ഇല്ല നാമം പൂർത്തിയാക്കുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടുന്നുണ്ടാ. പലപ്പോഴും നമ്മളിപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ജപം കഴിഞ്ഞ എപ്പോൾ നമ്മൾ ജപം തുടങ്ങി? നമ്മൾ ജപം തീർക്കാൻ വേണ്ടിയാണ് നമ്മൾ ജപിക്കുന്നത്. പക്ഷേ ജപം അങ്ങനല്ല. ഇത് നമ്മുടെ ഒരു ടെസ്റ്റാണ്. ഞാൻ എത്രത്തോളം ജപിക്കാൻ വേണ്ടി എൻ്റെ ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്നത്, ഇത് പ്രേമഭക്തിയുടേതാണ്. അതേപോലെ എത്രത്തോളം ഞാൻ ബുക്ക് വായിക്കുന്നുണ്ട്, ഓരോരോ ദിവസവും ഞാൻ ബുക്ക് വായിക്കുന്നുണ്ടാ, നിത്യം ഭാഗവത സേവയാ നമ്മൾ വായിക്കുന്നുണ്ടാ. അടുത്തെന്താണ്? സർവീസ്. ഈ 3 കാര്യമാണ് ഒരു ജീവാത്മാന് ഇപ്പോൾ ക്രമേണ എവിടെ കൊണ്ടുപോകുന്നത്? പ്രേമഭക്തിയിൽ കൊണ്ടുപോയിട്ട് വിമാനം ഭഗവാന്റെ ധാമത്തിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നതാണ്. അപ്പോൾ ഓരോരോ സാധകാവും നമ്മൾ എൻ്റെ ചാൻറ്റിങ് ഞാൻ 16 മാല കറക്റ്റായി ചെയ്യാം. ആ 16 മാല ജപത്തിൽ ഓരോരോ മന്ത്രത്തിലും 16 അക്ഷരവും ക്ലിയർ ആയിട്ട് പറയുന്നുണ്ടാ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഈ ഓരോരോ അക്ഷരവും വ്യക്തമായിട്ട് നമ്മൾ സ്ഫുടമായിട്ട് ജപിക്കുന്നുണ്ടാ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അങ്ങനെ ആകാതെ അവസാനം, അതായത് നമ്മൾ ജപിക്കുമ്പോൾ നമ്മുടെ അടുത്തുള്ള വ്യക്തിക്ക് മനസ്സിലാവുന്നു ഇദ്ദേഹം ഹരേ കൃഷ്ണ മഹാമന്ത്രമാണ് ജപിക്കുന്നതെന്ന്. സോ ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ഡ്യൂട്ടിയാണ്. അതായത് നല്ല ജപം, നല്ല സത്സംഗം, ഭഗവാനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു സത്സംഗം. അടുത്തെന്താണ്? സേവനം. ഇത് 3 പൂർത്തിയായ ഉറപ്പായിട്ട് അതേ എന്താണ് ജയ, വിജയ, നന്ദ, സുനന്ദ ഇവരൊക്കെ വന്ന് വിമാനത്തിൽ കൊണ്ടുപോയത്, അജാമിനെ കൊണ്ടുപോയത് പോലെ നമ്മുടെ ലൈഫിലും വിമാനം വരും.
ജസ്റ്റ് അതിനു വേണ്ടി വെയിറ്റ് ചെയ്താൽ മതി. ഒരു ദിവസം വിമാനം വരും, നമുക്കും തിരിച്ചു പോകാൻ പറ്റും. ഹരേ കൃഷ്ണ. എന്തെങ്കിലും